എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം 2ാം വർഷ സ്കൂൾ മാറ്റം 2ാം വർഷ പുനഃപ്രവേശനം സംബന്ധിച്ചുള്ള ഉത്തരവാണ് ഇത്. അപ്പോൾ ഈ ഒരു സൂചന പ്രകാരം വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂൾ മാറ്റം പുനഃപ്രവേശനം എന്നിവയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2009-2010 അധ്യയന വർഷം മുതൽ വ്യക്തമായിട്ടുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1ാം വർഷ സ്റ്റേറ്റ് സിലബസിൽ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച് 1ാം വർഷ പരീക്ഷ എഴുതിയ കുട്ടികളുടെ സബ്ജക്റ്റ് കോമ്പിനേഷനിലും 2ാം ഭാഷയിലും മാറ്റം ഇല്ലാതെയുള്ള സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പ്രവേശനം നൽകുന്നതിനുള്ള അധികാരം അതത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർക്കായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം സ്കൂൾ മാറ്റവും അനുവദനീയമാണ്. 2ാം വർഷത്തേക്കുള്ള സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഏകജാല പ്രവേശന സംവിധാനം മുഖേന പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനായിട്ട് അതായത് പ്രഥമ പരിഗണന നൽകേണ്ടതാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് +2വിൽ അതായത് നിലവിൽ നിങ്ങൾ +1 പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് +2 പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അപേക്ഷ ജൂൺ 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ മാറ്റം വേണ്ടത് ആ ഒരു സ്കൂളിലേക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ പഠിക്കുന്ന കോമ്പിനേഷനിൽ അതായത് സെയിം കോമ്പിനേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കണം. അത് മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്, ബയോളജി സയൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ബയോളജി സയൻസിൽ ഈ ഒരു മലയാളം സെക്കൻഡ് ലാംഗ്വേജിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ ഒഴിവുണ്ടായിരിക്കണം. അതായത് ഒന്നോ അതിലധികമോ സീറ്റുകൾ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ ഒഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോഴ്സ് കോമ്പിനേഷനിലും അതുപോലെ സെയിം സെക്കൻഡ് ലാംഗ്വേജിലും വേക്കൻസി ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പ്രിൻസിപ്പാൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അപേക്ഷാ ഫോം കിട്ടും. അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്കൂൾ മാറ്റത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജൂൺ 15 വരെ മാത്രമാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം മാത്രമാണ്, അതായത് ജൂൺ 15 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതിനുശേഷം മാത്രമേ മറ്റു വിഭാഗങ്ങൾക്ക് വേക്കൻസി റിപ്പോർട്ട് നൽകേണ്ടതുള്ളൂ. അതായത് ജൂൺ 15 വരെ നിങ്ങൾ അതായത് ഏകജാല പ്രവേശനം അതായത് HSKP വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി സ്കൂളിൽ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ജൂൺ 15-നുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ വേണ്ടത് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് സ്കൂൾ മാറ്റം കിട്ടുന്നതാണ്. അത് കോഴ്സ് മാറില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് മാറില്ല. അത് മാറാതെ സ്കൂൾ മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം അതായത് മറ്റു വിഭാഗങ്ങൾക്ക് മറ്റു വിഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകജാല സംവിധാനം വഴിയാണ്, അതായത് HSKP വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് അപേക്ഷിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പരിഗണന ഫസ്റ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വേക്കൻസി സെയിം കോമ്പിനേഷനിൽ സെയിം സെക്കൻഡ് ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വേക്കൻസി റിപ്പോർട്ട് തരും. അപ്പോൾ ആ ഒരു വേക്കൻസി റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റത്തിനായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ മാറ്റം വേണ്ടത് അവിടേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എതിർപ്പില്ല എന്ന് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതായത് NOC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും മറ്റു വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേക്കൻസി റിപ്പോർട്ട് നൽകേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഒരു വേക്കൻസി ഒരു അപേക്ഷയിൽ മാത്രമേ വേക്കൻസി റിപ്പോർട്ട് നൽകാവൂ. അതായത് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു വേക്കൻസിയിൽ ഒരു അപേക്ഷയിൽ മാത്രമേ വേക്കൻസി റിപ്പോർട്ട് നൽകാവൂ എന്ന കാര്യം പ്രിൻസിപ്പാൾമാർ ശ്രദ്ധിക്കേണ്ടതാണ്. സൂചന 1 സർക്കാർ ഉത്തരവിൽ നിഷ്കർഷിക്കുന്ന പ്രകാരം മറ്റ് സംസ്ഥാനം, രാജ്യം, CBSE തുടങ്ങിയ പാഠ്യപദ്ധതികളിൽ പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള ഹയർ സെക്കൻഡറി 2ാം വർഷ പ്രവേശനം അനുവദിക്കുന്നതിനായിട്ട് സൂചന 4 കത്ത് മുഖേന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് 2ാം വർഷത്തേക്ക് ഒഴിവുള്ള ഹയർ സെക്കൻഡറി സീറ്റുകളിൽ ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നൽകുന്ന കാര്യത്തിൽ സബ്ജക്റ്റ് കോമ്പിനേഷനിൽ മാറ്റമില്ലെങ്കിൽ അനുമതി നൽകാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. അതായത് നിങ്ങൾ ഏകജാല സംവിധാനമായി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ മാറ്റം അനുവദിക്കുന്നത് അതായത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലോ മറ്റ് CBSE ഇതുപോലെ മറ്റ് വിഭാഗങ്ങളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം കിട്ടുന്നത് എന്നുള്ള തീരുമാനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഇത്തരത്തിൽ 2ാം വർഷ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ റെഗുലർ സ്കീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഡയറക്ടറേറ്റ് 2026 അതായത് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ മാറ്റമില്ലെങ്കിൽ അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിലാണ് ഈ ഒരു അധികാരമുള്ളത്. അതുപോലെ ഇത്തരത്തിൽ 2ാം വർഷ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ റെഗുലർ സ്കീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഡയറക്ടറേറ്റ് 2026 മാർച്ച് മാസത്തിൽ പൊതുപരീക്ഷയോടൊപ്പം നടത്തുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് ഓർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് 1ാം വർഷത്തെ 2ാം ഭാഷ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും പരീക്ഷ എഴുതണം. അതായത് നിങ്ങൾ CBSE അതുപോലെ തന്നെ മറ്റ് രാജ്യം അതുപോലെ
മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിലാണ് ഈ ഒരു പരീക്ഷ എഴുതേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഈ ഒരു കേരളത്തിൽ തന്നെയാണ് മറ്റ് വിഭാഗങ്ങളിലായിട്ട് അതായത് പ്രൈവറ്റൊക്കെ ആയിട്ട് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതത് സ്കൂളിലെ ഹെഡ്മാസ്റ്ററല്ല പ്രിൻസിപ്പൽമാർക്കായിരിക്കും അതിനുള്ള അനുമതി ഉണ്ടാവുക നിങ്ങൾക്ക് അഡ്മിഷൻ തരാനായിട്ടുള്ളത്. ഈ ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ആ ഒരു അനുമതി വേണമെന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ CBSEയിലോ പഠിക്കുന്നവർ ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു സ്കോറുകൾ കൂടി പരിഗണിച്ചാണ് അതായത് ഈ ഒരു CBSE മറ്റ് രാജ്യം മറ്റ് സംസ്ഥാനം എന്നിവയിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷ കൂടി എഴുതേണ്ടതായിട്ട് വരും 2ാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്കോറുകൾ കൂടി പരിഗണിച്ചായിരിക്കും ഇവരുടെ അന്തിമ ഫലം നിർണ്ണയിക്കുക. ഇവർ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള തുടർ മൂല്യനിർണ്ണയത്തിന് വിധേയരാകണം. അതുപോലെ 2025 ജൂൺ 25-ന് ഉള്ളിൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ് ഇപ്രകാരമുള്ള പ്രവേശനത്തിന് പരിഗണിക്കുക. ഹയർ സെക്കൻഡറി 1ാം വർഷം പൂർത്തിയാക്കുകയും 2ാം വർഷം പഠനം മുടങ്ങുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ +1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ +2 പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 2ാം വർഷം തുടർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ 2ാം വർഷത്തേക്ക് നിങ്ങൾക്ക് പുനഃപ്രവേശനം നേടാം. അങ്ങനെയെങ്കിൽ 1ാം വർഷ പരീക്ഷ എഴുതാത്തവർ ആണെങ്കിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം 1ാം വർഷത്തെയും 2ാം ഭാഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടതും തുടർ മൂല്യനിർണ്ണയത്തിന് വിധേയരാകേണ്ടതുമാണ്. തുടർ മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ CE വർക്കുകളും കാര്യങ്ങളുമാണ് അതിൻ്റെ പ്രൊജക്റ്റും അസൈൻമെൻറ്റ്സും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സീറ്റുകളുടെ ലഭ്യതയ്ക്ക് വിധേയമായിട്ട് 2ാം വർഷത്തേക്ക് പുനഃപ്രവേശനം അനുവദിക്കുന്നതിനുള്ള അധികാരം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും. അതായത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ എന്ന് പറയുമ്പോൾ അതത് ജില്ലയിൽ അതായത് ഓരോ ജില്ലയിലും RDDകൾ ഉണ്ടാവും. അവിടെയാണ് ഈ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 2025 ജൂൺ 25-നുള്ളിൽ അപേക്ഷിക്കുന്നവരെ മാത്രമേ അതായത് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ജൂൺ 25-നുള്ളിൽ നിങ്ങൾ പുനഃപ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡേറ്റിനുള്ളിൽ അപേക്ഷിക്കുന്നവരെ മാത്രമേ പുനഃപ്രവേശനത്തിനായിട്ട് പരിഗണിക്കുള്ളൂ. സൂചന 2, 3 ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ മുഖേന റെഗുലർ പ്രൈവറ്റ് സ്കീമിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2ാം വർഷ റെഗുലർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പ്രവേശനം അനുവദിക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന റെഗുലർ സ്കൂളിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഒഴിവുണ്ടായിരിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ 6 സ്കൂളിൽ ഒഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ മാറ്റത്തിന് ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളെ പരിഗണിക്കുമ്പോൾ ഈ ഒരു അപേക്ഷകരിൽ റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന നൽകേണ്ടത്. 2ാം വർഷത്തേക്കുള്ള ഓപ്പൺ സ്കൂൾ അപേക്ഷകന് +1 കോഴ്സ് പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഉയർന്ന പ്രായപരിധി കവിയാൻ പാടില്ലാത്തതാകുന്നു. അപേക്ഷകൻ ഓപ്പൺ സ്കൂളിൽ പഠിച്ചിരുന്ന ആ ഒരു സെയിം സബ്ജക്റ്റ് കോമ്പിനേഷനോട് കൂടിയുള്ള 2ാം ഭാഷ ഉൾപ്പെടെ അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള സ്കൂളിലേക്കാണ് പ്രവേശനം നേടേണ്ടത്. അതുപോലെ തന്നെ പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വ്യക്തമായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് സമ്മതപത്രം എന്നിവ അപേക്ഷയോടൊപ്പം ഈ ഒരു ഹാജരാക്കേണ്ടത്. സമ്മതപത്രം എന്ന് പറയുന്നത് NOC ആണ്. അതായത് എതിർപ്പില്ല രേഖയാണ്. അത് നിങ്ങൾ സ്കൂളിൽ ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രവേശനം നേടിയ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ PTA ഫണ്ടിന് പുറമെ +1 +2 കോഴ്സുകൾക്കുള്ള സ്പെഷ്യൽ ഫീസ് കൂടി നൽകേണ്ടതാണ്. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് അർഹരായവർക്ക് മാറ്റം അനുവദിച്ച് ഉത്തരവ് നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും. അതായത് 2025 ജൂൺ 25-നുള്ളിൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ് ഇപ്രകാരമുള്ള പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുക. സ്കൂൾ മാറ്റത്തിനുള്ള അപേക്ഷയ്ക്ക് നൽകുമ്പോൾ സ്വന്തം അപേക്ഷയോടൊപ്പം അപേക്ഷകൻ +1 കോഴ്സിന് പഠിച്ചിരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ വ്യക്തമാക്കുന്ന ഓപ്പൺ സ്കൂൾ ഡയറക്ടറുടെ NOC അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഒരു NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വേക്കൻസി റിപ്പോർട്ട് അതുപോലെ തന്നെ സമ്മതപത്രം എന്നിവ സമർപ്പിക്കേണ്ടതും പ്രവേശന സമയത്ത് ഓപ്പൺ സ്കൂളിൽ നിന്നുള്ള TC ഹാജരാക്കേണ്ടതും ആണ്. 2ാം വർഷ ക്ലാസ് ആരംഭിച്ച ശേഷം 30 ദിവസത്തിനകം എല്ലാ വിഭാഗങ്ങളെയും സ്കൂൾ മാറ്റ പുനഃപ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അല്ല ഇത് വെറും സ്കൂൾ മാറ്റം മാത്രമാണ്. അതായത് നിങ്ങൾ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലേക്ക് മാറാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏകജാല സംവിധാനം അതായത് HSCAP വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറാനുള്ള ഒരു അവസരമാണ്. കോഴ്സ് മാറില്ല, അതായത് കോഴ്സ് കോമ്പിനേഷൻ മാറില്ല, അതുപോലെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് മാറില്ല. നിങ്ങൾക്ക് സ്കൂൾ മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.